കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരിച്ച മുബഷീറിന് മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെ കുടുംബം മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്, ഇത് മർദ്ദനം തന്നെയാണ് എന്നൊക്കെയായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ശ്രീജ, കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടന്നത്. ഇവിടെ നിന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ പുറത്തു വരുന്ന വിവരം മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്താനായിട്ടില്ല. അതേസമയം തന്നെ ഹൃദയാഘാതമല്ല മരണകാരണമെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് കോഴിക്കോടാണ് അയച്ചിട്ടുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഇതിന് തൊട്ട് മുൻപത്തെ ദിവസം മാതാവും സഹോദരനും പോയപ്പോൾ തനിക്കിവിടെ വലിയ തോതിൽ ഉപദ്രവമുണ്ട്, മർദ്ദനമേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നായിരുന്നു ഇയാൾ പറഞ്ഞെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവും ഇന്നലെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നെ നെല്ലിക്കുന്ന MLA ഉൾപ്പെടെ ഇടപെട്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചതും അങ്ങനെ ഇന്നലെ കൊണ്ടുപോയതും. ഏതായാലും ആ കാര്യത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റതായി കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് മരണകാരണം? അത് വളരെ പ്രധാനമാണ്. ബന്ധുക്കളും ഇപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഹൃദയാഘാതമല്ല മരണകാരണം. അങ്ങനെയാണെങ്കിൽ എന്താണ് മരണകാരണം എന്നത് അറിയേണ്ടതുണ്ട്. ഇതിലും പോക്സോ കേസിലാണ് 2016 നടന്ന ഒരു പോക്സോ കേസിൽ കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നെത്തിയപ്പോൾ ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്നീട് കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നലെ പുലർച്ചയോടുകൂടി ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. പിന്നീട് മരണം സംഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയരുന്നു. ബന്ധുക്കളുടെ ഭാഗത്തുനിന്നൊക്കെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ അപകടം. തമിഴ്നാട് ഡിണ്ടിഗലിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലും മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ഇന്ന് കോൺഗ്രസ് യോഗം ചേരും. AICC നേതാക്കളും സംസ്ഥാന നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. വോട്ട് ചോരി നടന്നുവെന്നാണ് കരുതുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു. SIR നിയമവിരുദ്ധമെന്ന് ആരോപിച്ചുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ ഇന്ന് ഹർജിക്കാരുടെ വാദം നടക്കും. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നാണ് കഴിഞ്ഞ ദിവസം കപിൽ സിബൽ വാദിച്ചത്. വാദം പൂർത്തിയായ ശേഷം അടുത്ത മാസം 9-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർവാദവും നടത്തും.